കേരള വഖഫ് ബോർഡ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. മുസ്ലിം ലീഗ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയാണ്. കേരളം രാജ്യത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കണമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. അതേസമയം കോടതി വിധിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി എൻ ഷംസുദ്ദീനും പ്രതികരിച്ചു. കേരള വഖഫ് ബോർഡ് കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിധി സ്വാഗതം ചെയ്യുന്നതായി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. ബോർഡ് ആരുടെയായാലും കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരമാകണം പ്രവർത്തിക്കണമെന്നത് സുപ്രീം കോടതി തള്ളിയിട്ടില്ല. മുസ്ലിം ലീഗ് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ന്യായീകരണമാണെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നു. ഇതിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? അത് കേരള ഹൈക്കോടതിയിൽ അവർ സമർപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്നും അത് ഇന്ന് സുപ്രീം കോടതിയിലും അവർ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെൻസിൽ അതുണ്ട്. അതില്ല എന്ന് ഇനി എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പറയാൻ കഴിയുക? അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സർക്കാർ സമയോചിതമായി നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാരിന് വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതിൽ സർക്കാരിനൊരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. വഖഫ് ബോർഡ് നിയമനത്തിനെതിരായി കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അത് തെറ്റായ തരത്തിലുള്ള വഖഫ് ബോർഡ് നോമിനേഷനെതിരായ വിധിയായിരുന്നു. ഹൈക്കോടതി വിധി ദുർബലപ്പെട്ടിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ബോർഡിന് എന്തെങ്കിലും അധികാരം തിരിച്ചു കൊടുത്തോ? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് ഇനിയും ഹൈക്കോടതിയിൽ തുടരും. അത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കേരള വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് ജോയിന്റ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ നീക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായക വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. വഖഫ് ബോർഡ് കേസിൽ എല്ലാവരുടെയും വാദം കേട്ടുടൻ തീർപ്പ് കൽപ്പിക്കാനും കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.